ഇത് ഇറ്റലിയിലെ റോമാ നഗരം. യൂറോപ്പിലെ അതിശക്തവും ഒട്ടനവധി ചെറുരാജ്യങ്ങൾ ഉൾപ്പെട്ടതുമായിരുന്നു പുരാതന റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിന്റെ സുവർണകാലം കലയുടെയും സംസ്കാരത്തിന്റെയും വസന്തകാലം കൂടിയായിരുന്നു. വാസ്തുശില്പഭംഗിയാൽ സമ്പന്നമായിരുന്നു റോമും ഇറ്റലിയുടെ പല ഭാഗങ്ങളും. അധിനിവേശങ്ങളും ആഭ്യന്തര കലഹങ്ങളും ക്രമേണ യുദ്ധങ്ങൾക്ക് വഴിതെളിക്കുകയായിരുന്നു. ചരിത്രത്തിന്റെ ഗതിയെത്തന്നെ തിരിച്ചുവിട്ട, നൂറ്റാണ്ടുകൾ നീണ്ട നിർണായകമായ ഒട്ടനവധി യുദ്ധങ്ങൾക്കും സന്ധികൾക്കും സാക്ഷ്യം വഹിച്ച നഗരം. റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ അടിമത്വത്തിന് കുറേ ശമനമുണ്ടായെങ്കിലും അത് പൂർണ്ണമായും നിലച്ചിരുന്നില്ല. കൊളോസിയത്തിലെ ഇനിയും വിട്ടുമാറാത്ത ചുടുനിണത്തിന്റെയും പ്രാണനുവേണ്ടിയുള്ള വിലാപങ്ങളുടെയും ഭീതിതമായ ഓർമ്മകളിൽ ഇവിടുത്തെ ഓരോ മൺതരിയും ശിലകളും ശില്പകലകളും ഇന്നും വേദനയോടെ നിലകൊള്ളുന്നു. പുരാതന റോമാ സാമ്രാജ്യത്തിലെ കലയും സാംസ്കാരിക പൈതൃകങ്ങളും വാസ്തുശില്പങ്ങളും ചരിത്രശേഷിപ്പുകളായി ഇന്നും ഇവിടെ ഉയർന്നു നിൽക്കുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ആദ്യകാലങ്ങളിൽ ടൈബർ നദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള അഗർവത്തിത്താനസ് ഉൾപ്പെട്ട പ്രദേശമാണ് പിന്നീട് വത്തിക്കാൻ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. AD 64 വിശുദ്ധ പത്രോസ് നീറോ ചക്രവർത്തിയുടെ നിഷ്ഠൂരമായ ആജ്ഞയാൽ രക്തസാക്ഷിത്വം വരിച്ചത് ഈ അഗർവത്തിത്താനസിൽ വച്ചായിരുന്നു. AD 324 കോൺസ്റ്റാന്റിൻ ചക്രവർത്തി വിശുദ്ധ പത്രോസിനെ അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു ദേവാലയ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. ഇത് കോൺസ്റ്റാന്റിൻ ദേവാലയം എന്നറിയപ്പെട്ടിരുന്നു. ക്രൈസ്തവ തീർത്ഥാടകരുടെ ആത്മീയ കേന്ദ്രമായി മാറിയ ഈ ദേവാലയം പിൽക്കാലത്ത് വിശുദ്ധ പത്രോസിന്റെ നാമത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. ആഗോള ക്രൈസ്തവ സഭയുടെ സിരാകേന്ദ്രമാണ് വത്തിക്കാൻ. ക്രൈസ്തവ ജീവിതത്തിന്റെ ആത്മീയ വഴികളിലൂടെ സഞ്ചരിച്ച് തലമുറകൾക്ക് വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും നന്മയുടെയും മാർഗം പകർന്നു നൽകിയ ഒട്ടനവധി വിശുദ്ധരുടെ ജന്മം കൊണ്ടും കർമ്മമേഖലകൾ കൊണ്ടും സ്മൃതി മണ്ഡപങ്ങൾ കൊണ്ടും സമ്പൂജിതമാണ് ഈ നഗരം. മൈക്കലാഞ്ചലോ, ഡാവിഞ്ചി, റാഫേൽ തുടങ്ങിയ അനുഗ്രഹീത ശില്പികളുടെ ദൈവസ്പർശമുള്ള കൈവിരലുകളാൽ ഉയർന്ന ശില്പചിത്ര വിസ്മയങ്ങളാൽ മുഖരിതമാണ് വിശുദ്ധ പത്രോസിന്റെ ഈ ദേവാലയം. കാലം ഈ ചരിത്രവിസ്മയങ്ങൾക്ക് മുന്നിൽ അവനമ്രമായി നിലകൊള്ളുന്നു. ഇത് ഉംബ്രിയയിലെ പെറൂജയ്ക്കടുത്തുള്ള സ്പൊളോത്തോ നഗരം. 12-ാം നൂറ്റാണ്ടിൽ നടന്ന കുരിശുയുദ്ധത്തിന്റെ പേരിൽ അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായ ഫെഡറിക് രണ്ടാമൻ രാജാവും ഗ്രിഗറി 9 മാർപ്പാപ്പയുമായി തർക്കങ്ങൾ ഉടലെടുത്തു. തർക്കങ്ങൾ മുറുകിയപ്പോൾ ഗ്രിഗറി 9 മാർപ്പാപ്പ സഭയുടെ ആസ്ഥാനം പെറൂജയിലെ ഉംബ്രിയയ്ക്കടുത്തുള്ള സ്പൊളോത്തയിലേക്ക് മാറ്റി. ആ കാലയളവിൽ സഭയുടെ സുപ്രധാന തീരുമാനങ്ങളെല്ലാം മാർപ്പാപ്പ എടുത്തിരുന്നത് ഇവിടെ വച്ചായിരുന്നു. 1232 മെയ് 20 മരിച്ച് ഒരു വർഷം തികയുന്നതിന് 13 ദിവസം ശേഷിക്കെ സ്പൊളോത്തയിലുള്ള പരിശുദ്ധ മാതാവിന്റെ ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ വച്ചായിരുന്നു ഗ്രിഗറി 9 മാർപ്പാപ്പ അന്തോണിയെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് നാമകരണം ചെയ്തത്. വിശുദ്ധ അന്തോണി നിവർത്തിച്ച 52 അത്ഭുതങ്ങളെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു നാമകരണം.
മരിച്ച് 1 വർഷം തികയുന്നതിനും 13 ദിവസം ശേഷിക്കെ വിശുദ്ധ അന്തോണി നിവർത്തിച്ച 52 അത്ഭുതങ്ങളെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു നാമകരണം. ആ 13 ദിവസവും പാതുവായിലെ ഫ്രാൻസിസ്കൻ സഹോദരന്മാർ ഭക്തിപൂർവം നൊവേന ചൊല്ലിയും പ്രാർത്ഥനാനിരതരായും കഴിച്ചുകൂട്ടി. പിൽക്കാലത്ത് പ്രചാരമേറിയ വിശുദ്ധ അന്തോണിയുടെ പേരിലുള്ള 13 ദിവസത്തെ നൊവേന ഇതിന്റെ സ്മരണാർത്ഥമായാണ് ആരംഭിച്ചത്. Pace e bene, un saluto da parte del Padre Rettore della Basilica del Santo, da questo luogo tanto amato che custodisce le spoglie di Sant'Antonio, custodisce la sua tomba. Padova è stato un luogo amato dal Santo e qui è stato sepolto. Qui è stata costruita questa splendida basilica in suo ricordo, in sua memoria, dove accorrono tanti fedeli, tanti devoti. Perché accorrono qui? Perché Sant'Antonio è chiamato il santo che tutto il mondo ama, perché la sua devozione effettivamente è in tutto il mondo. È amato perché lui ha conosciuto il Signore, lo ha conosciuto in profondità, lo ha annunciato, ha conosciuto l'amore del Signore, lo ha annunciato, ha conosciuto il Vangelo e poi ha vissuto il Vangelo. Ha predicato che l'amore del Signore è per tutti e poi è stato vicino a tutti. Ha avuto carità in particolare per i poveri, per gli oppressi, per i prigionieri, per i derelitti, per gli ultimi della storia, per tutti coloro che a volte nessuno ricorda, perché sono i più piccoli, come li chiama il Vangelo. E Sant'Antonio è stato vicino a tutti costoro e tutti i poveri l'hanno sentito vicino. Il suo messaggio allora è attuale perché noi sentiamo che il Santo ci indica la via del cielo, ci indica il Vangelo dell'amore del Signore e ci indica anche come viverlo nella prossimità ad ogni persona, nella vicinanza alle persone più umili, più semplici, come lo è stato lui. Che dunque possiamo sentire il Santo come colui che ci rimanda a Dio, che innalza il nostro cuore a Dio, ci fa sentire amati da Dio e possiamo sentire di essere anche provocati, responsabili di ogni uomo che vive accanto a noi, in particolare dei poveri, come lui è stato testimone. L'augurio più bello, sentire che Antonio ci è vicino, intercede per noi e al contempo colui che ci indica la via del Vangelo come la via della nostra salvezza. Questo è l'augurio più bello per chi ama Sant'Antonio e lo sente vicino in sé. Augurio a tutti. ഇത് പാതുവയിലെ വിശുദ്ധ അന്തോണിയുടെ നാമത്തിലുള്ള ബസിലിക്ക. യൂറോപ്പിലെ ലിസ്ബണിൽ നിന്നും ദൈവം ലോകത്തിനു നൽകിയ വരദാനമായിരുന്നു വിശുദ്ധ അന്തോണി. ലോകജനതയുടെ മനസ്സുകളിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ദീപം തെളിയിക്കാൻ അയക്കപ്പെട്ട വിശുദ്ധൻ. ഇഹലോക ജീവിതം വചനപ്രഘോഷണത്തിനായി മാത്രം ചെലവിട്ട ആ പുണ്യാത്മാവ് തന്റെ ഉത്കടമായ ആഗ്രഹപ്രകാരം പാതുവയിലെ പരിശുദ്ധ കന്യകാമാതാവിന്റെ പേരിലുള്ള ഈ പുണ്യദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. We are now in the chapel of St. Anthony. You know, whenever we enter a Christian church, the focal point, of course, is the high altar. But here in the Basilica of St. Anthony, we have another focal point, which is the chapel dedicated to St. Anthony. And Anthony is actually buried here in this chapel. ഏറെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് പരിശുദ്ധ അമ്മയുടെ ദേവാലയം നിലനിർത്തിക്കൊണ്ടുതന്നെ വിശുദ്ധ അന്തോണിയുടെ നാമത്തിൽ പുതിയ ബസിലിക്കയുടെ പണികൾക്ക് തുടക്കം കുറിച്ചത്.
1262 ബസിലിക്കയുടെ പ്രഥമഘട്ട നിർമ്മാണം പൂർത്തിയായപ്പോൾ വിശുദ്ധ അന്തോണിയുടെ തിരുശേഷിപ്പുകൾ പുതിയ ബസിലിക്കയിലെ പ്രത്യേക ചാപ്പലിലേക്ക് മാറ്റാൻ തീരുമാനമായി. വിശുദ്ധ അന്തോണി മരണമടഞ്ഞ് 32 വർഷങ്ങൾക്ക് ശേഷം സഭാപിതാക്കന്മാരുടെയും വൈദികരുടെയും അൽമായ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ ഫ്രാൻസിസ്കൻ കൺവെൻച്വൽസിന്റെ ജനറലായിരുന്ന ബെനവെഞ്ചുർ ആ പുണ്യാത്മാവിന്റെ കല്ലറ തുറന്നപ്പോൾ ആ ദിവ്യശരീരം മണ്ണോട് ചേർന്നെങ്കിലും ഉണർവോടെയും ഗാംഭീര്യത്തോടെയും ദൈവമഹത്വവും വചനവും പ്രഘോഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ നാവ് അഴുകാതെ അലിയാതെ കണ്ടെത്തി. പൂജിതമായ ആ തിരുശേഷിപ്പ് അന്തോണിയുടെ നാമത്തിൽ പാതുവായിലെ ദൈവാലയത്തോടു ചേർന്നുള്ള പ്രത്യേക ചാപ്പലിൽ പ്രതിഷ്ഠിച്ചു. സുവിശേഷ പ്രഘോഷണം വഴി യേശുവിനെ സദാ സ്തുതിച്ചുകൊണ്ടിരുന്ന ആ നാവ്, പാപത്തിന്റെ കറലെവലേശമേൽക്കാത്ത ആ നാവ്, ദേവസ്തുതികൾ ആലപിക്കാനും അതേറ്റുപാടാനും മനുഷ്യരാശിയെ ഉദ്ബോധിപ്പിച്ച ആ പൊന്നാവിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകമെമ്പാടും അവിരാമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. Bene, siamo nella casa di Sant'Antonio di Padova, che poi non era Antonio e non era di Padova, perché è nato a Lisbona nel Portogallo 1195 ed al battesimo fu chiamato Fernando. Il suo cognome era Buliones, figlio di una famiglia antica, nobile. La professione dei suoi antenati era quella di militari. Quando il ragazzo all'età dell'adolescenza scelse di diventare religioso, lo portarono i suoi nella abbazia più bella, più grande, più ricca della città di Lisbona. Allora Lisbona non era la capitale del Portogallo, ma era il suo porto principale. യൂറോപ്പിലെ പുരാതനവും വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രവുമായ രാജ്യമാണ് പോർച്ചുഗൽ. സന്തോഷത്തിന്റെ തുറമുഖം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഇന്ന് ലിസ്ബൺ. 1195 ഓഗസ്റ്റ് 15 ലിസ്ബണിലെ സമ്പന്നവും കുലീനവുമായ ഒരു പ്രഭുകുടുംബത്തിലായിരുന്നു വിശുദ്ധ അന്തോണിയുടെ ജനനം. മാമോദീസ വേളയിൽ അവർ അവന് ഫെർണാണ്ടോ എന്ന് പേരിട്ടു. മകനെ വലിയൊരു ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു പിതാവായ മാർട്ടിന്റെ ആഗ്രഹം. എന്നാൽ പരിശുദ്ധ കന്യകാമാതാവിനോട് അഗാധമായ ഭക്തിയും സ്നേഹവും കാത്തുസൂക്ഷിച്ചിരുന്ന മാതാവായ തെരേസ മകനെ പരിശുദ്ധ മാതാവിന് സമർപ്പിക്കുകയായിരുന്നു. ചെറുപ്പത്തിലെ തന്റെ ഉള്ളിലെ ദൈവിക ചൈതന്യം തിരിച്ചറിഞ്ഞ ഫെർണാണ്ടോ തന്റെ ഇടവക ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ പിശാചിനെ ഉച്ചാടനം ചെയ്ത് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. തന്റെ മാതാവിൽ നിന്നും ഇടവക ദൈവാലയത്തിൽ നിന്നും സ്വായത്തമാക്കിയ ദൈവിക പാഠങ്ങളുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് 1210 തന്റെ 15-ാം വയസ്സിൽ ഫെർണാണ്ടോ മാതാപിതാക്കളുടെ സമ്മതാനുഗ്രഹത്തോടെ വീടിനടുത്തുള്ള അഗസ്തീനിയൻ സഭാ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു. മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടവേളകളിലുള്ള ഓരോ സന്ദർശനങ്ങളും തന്റെ ആത്മീയ അന്വേഷണത്തിന്റെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തുന്നതായി ഫെർണാണ്ടോയ്ക്ക് അനുഭവപ്പെട്ടു. ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് പൂർണ്ണമായ ദൈവിക ചിന്തയിലും വെളിപാടുകളിലും മുഴുകാനാഗ്രഹിച്ച ഫെർണാണ്ടോ ഈ കാര്യം അവിടുത്തെ റെക്ടർ അച്ഛനെ അറിയിച്ചു. അവന്റെ വിശ്വാസദൃഢതയുടെയും സമർപ്പണത്തിന്റെയും തീവ്രതയിൽ മതിപ്പ് തോന്നിയ അദ്ദേഹം അന്നത്തെ പോർച്ചുഗലിന്റെ തലസ്ഥാനമായ കോയിംബ്രായിലുള്ള ഹോളിക്രോസ് സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം തുടരുവാൻ അവനെ അനുവദിച്ചു. 1220 തന്റെ 25-ാം വയസ്സിൽ കോയിംബ്രായിലുള്ള അഗസ്തീനിയൻ സഭയിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ച ഫെർണാണ്ടോ ഭാഷാ പാണ്ഡിത്യത്തിലും
പരിജ്ഞാനത്തിലും സമകാലികരായ പുരോഹിതരിൽ നിന്നും ഏറെ മികവുറ്റവനായിരുന്നു. ഒരിക്കൽ ആഫ്രിക്കയിലെ മൊറോക്കയിലേക്ക് വചനപ്രഘോഷണത്തിനായി നിയോഗിക്കപ്പെട്ട ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യരിൽ പ്രമുഖരായ ബെരാർദോ, പീത്തറെ, ഒത്തോനെ, അക്കൂർഷ്യോ, അദ്യൂതോ എന്നിവർ യാത്രാരേഖകൾ ഒരുക്കുന്നതിനായി കോയിംബ്രായിലെത്തുകയും രേഖകൾ തയ്യാറാകുന്നതുവരെ കോയിംബ്രായിലെ ഹോളിക്രോസ് ആശ്രമത്തിൽ തന്നെ വിശ്രമിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. തികഞ്ഞ ആതിഥ്യ കരുതലോടെ സന്തോഷപൂർവ്വം ഇവരെ സ്വീകരിച്ച ഫാദർ ഫെർണാണ്ടോ അവരുടെ ലാളിത്യവും എളിമയുമാർന്ന ജീവിതശൈലിയിൽ ഏറെ ആകൃഷ്ടനായി അവരുമായി കൂടുതൽ അടുക്കുവാനിട വന്നു. അവരിൽ നിന്നും ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചും ഫ്രാൻസിസ്കൻ സഭയെക്കുറിച്ചും കൂടുതൽ അറിഞ്ഞ ഫാദർ ഫെർണാണ്ടോ ഫ്രാൻസിസ് അസീസിയുടെ സഭയിൽ ചേരുവാനുള്ള തന്റെ ആഗ്രഹം അവരോട് പ്രകടിപ്പിച്ചു. തുടർന്ന് ദൈവനിയോഗത്തിന്റെ പുതിയ ഘട്ടത്തിനായി ഫെർണാണ്ടോ കാത്തിരുന്നു. Fu ordinato sacerdote a 25 anni e quando iniziava a rendere per la sua abbazia ebbe una avventura strana. Conobbe 5 frati che San Francesco, allora vivente, aveva mandato per predicare ai musulmani, ma i musulmani, invece di ascoltare, condividere e accettare la parola, li hanno condannati a morte, uccisi martiri. Dopo il martirio, le reliquie di questi frati furono riportate nella abbazia dove viveva Fernando, il quale fu preso dal desiderio di emulare questi martiri di Cristo e, non potendolo fare da monaco, chiese di cambiare ordine, divenne frate minore, cambiò l'abito e cambiò anche il nome, come in quei tempi era d'abitudine, e quindi fu chiamato Antonio. D'ora in poi sarai frate Antonio. ക്രിസ്തുസാക്ഷ്യം പ്രചരിപ്പിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള മൊറോക്കൻ രാജാവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് ആ ഫ്രാൻസിസ്കൻ സഹോദരന്മാർ അവിടുത്തെ ജനങ്ങളോട് ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ടേയിരുന്നു. അവരിൽ ബെരാർദോ ഒഴികെ മറ്റാർക്കും തന്നെ അറബിക് ഭാഷയിൽ പരിജ്ഞാനമില്ലായിരുന്നു. പക്ഷേ ക്രിസ്തുവചനം പ്രഘോഷിക്കുന്നതിൽ ഭാഷ ഒരു തടസ്സമായിരുന്നില്ല. അവർ മൊറോക്കയിലെ തെരുവീഥികളിൽ വചനപ്രഘോഷണം അനസ്യൂതം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിൽ പ്രകോപിതനായ മൊറോക്കൻ രാജാവ് അവരെ തുറുങ്കിലടയ്ക്കുകയും പിന്നീട് ശിരച്ഛേദനം നടത്തുകയും ചെയ്തു. അങ്ങനെ 1220 ജനുവരി 16 മൊറോക്കോയിൽ വച്ച് അവർ ക്രിസ്തുവിൽ ധീരരക്തസാക്ഷികളായി മാറി. ഫ്രാൻസിസ്കൻ സഭയിലെ ആദ്യ രക്തസാക്ഷികളായിരുന്നു ഈ സഹോദരന്മാർ. പോർച്ചുഗൽ രാജാവിന്റെ അതിശക്തമായ ഇടപെടലിനെ തുടർന്ന് ഇവരുടെ ഭൗതിക ശരീരങ്ങൾ തിരികെ കോയിംബ്രയിലെത്തിച്ചു. ഈ വിവരം അറിഞ്ഞ ഫാദർ ഫെർണാണ്ടോയുടെ മനസ്സ് ഏറെ ദുഃഖിച്ചു. ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനിടയിൽ അവരെപ്പോലെ തനിക്കും യേശുനാമത്തിൽ രക്തസാക്ഷിയായി മരണത്തെ പുൽകുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതെത്ര ഭാഗ്യസുഹൃതമായിരിക്കുമെന്ന് ഫാദർ ഫെർണാണ്ടോ സ്വപ്നം കണ്ടു. ആ ഫ്രാൻസിസ്കൻ രക്തസാക്ഷികളുടെ ഭൗതിക ശരീരങ്ങൾ കോയിംബ്രായിൽ നിന്നും പിന്നീട് അസീസിയിലെത്തിച്ച് അടക്കം ചെയ്തു. 1481 ഓഗസ്റ്റ് 7 അന്നത്തെ പരിശുദ്ധ പിതാവ് സിക്സ്റ്റസ് 4 മാർപ്പാപ്പ ഈ 5 ഫ്രാൻസിസ്കൻ സഹോദരന്മാരെയും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. ഇന്ന് അസീസിക്കടുത്തുള്ള തേർണിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ദേവാലയത്തിൽ ഇവരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നു. ഫാദർ ഫെർണാണ്ടോയുടെ നിരന്തരമായ അഭ്യർത്ഥനകൾക്കൊടുവിൽ അഗസ്തീനിയൻ സഭാമേലധികാരികൾ അദ്ദേഹത്തിന് അസീസിയൻ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമാകുവാൻ അനുമതി നൽകി. ഏറെ സന്തോഷത്തോടെ ഫാദർ ഫെർണാണ്ടോ കോയിംബ്രായിൽ തന്നെയുള്ള ഫ്രാൻസിസ് അസീസിയുടെ ആശ്രമത്തിൽ ചേർന്ന് ലാളിത്യത്തിന്റെ പ്രതീകമായ ചാരനിറത്തിലുള്ള അവരുടെ സഭാവസ്ത്രമണിഞ്ഞ് അന്തോണി എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ഒടുവിൽ അന്തോണി ഏറെ കാത്തിരുന്ന ആ സുദിനം വന്നു. അന്തോണിയെയും ഒരു കൂട്ടം ഫ്രാൻസിസ്കൻ സഹോദരന്മാരെയും
സഭാ അധികൃതർ ആഫ്രിക്കയിലെ മൊറോക്കയിൽ വചനപ്രഘോഷണത്തിനായി നിയോഗിച്ചു. അന്തോണിയുടെ ആരോഗ്യസ്ഥിതി നിർഭാഗ്യവശാൽ മോശമായിരുന്നു. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് അന്തോണി മറ്റു സഹോദരന്മാർക്കൊപ്പം മൊറോക്കയിലേക്ക് കപ്പൽ മാർഗം യാത്ര പുറപ്പെട്ടു. മൊറോക്കയിലെത്തിയ അന്തോണിക്ക് കഠിനമായ ജ്വരം പിടിപെട്ട് കിടപ്പിലായി. കൂടെയുള്ള സഹോദരന്മാരുടെ സ്നേഹശുശ്രൂഷകൾക്കോ പരിചരണങ്ങൾക്കോ അദ്ദേഹത്തിന്റെ രോഗത്തെ ഒട്ടും ശമിപ്പിക്കുവാൻ സാധിച്ചില്ല. അവരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിനു വഴങ്ങി അന്തോണി കോയിംബ്രയിലേക്ക് തന്നെ തിരിച്ചുപോകുവാൻ സങ്കടത്തോടെയാണെങ്കിലും സമ്മതം മൂളി. ദൈവഹിതം പക്ഷെ മറ്റൊന്നായിരുന്നു. അവർ സഞ്ചരിച്ചിരുന്ന കപ്പൽ ശക്തമായ കാറ്റിലും പേമാരിയിലും പെട്ട് യാത്രാമധ്യേ തകർന്നുലഞ്ഞ് ഇറ്റലിയിലുള്ള സിസിലിയ കടൽത്തീരത്തടിഞ്ഞു. സിസിലിയ കടൽത്തീരത്ത് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്നിരുന്ന ഫ്രാൻസിസ്കൻ സഹോദരന്മാരെ കണ്ട തീരദേശവാസികൾ അവരെ മെസീനയ്ക്കടുത്തുള്ള അസീസിയുടെ ആശ്രമത്തിലേക്കെത്തിച്ചു. ആ ആശ്രമത്തിലെ സഹോദരന്മാരുടെ സ്നേഹപൂർവമായ പരിചരണത്തിൽ ആരോഗ്യം വീണ്ടെടുത്ത് അവർ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നു. 1221 ബൊലോഞ്ഞയിലുള്ള അസീസി ആശ്രമത്തിൽ ഫ്രാൻസിസ്കൻ സഹോദരന്മാരുടെ ഒരു ചാപ്റ്റർ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കുന്നതിനായി പുറപ്പെട്ട സിസിലിയായിലെ പ്രൊവിൻഷ്യാൽ വാത്സല്യത്തോടെ അന്തോണിയെയും മറ്റു സഹോദരന്മാർക്കൊപ്പം കൂട്ടി. ഫ്രാൻസിസ്കൻ സഹോദരന്മാരുടെ ഒരു പ്രൗഢസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ മധ്യേ നിന്ന് പ്രസംഗിച്ച ഫ്രാൻസിസ് അസീസിയുടെ വാക്കുകൾ, അവയിലെ ദൈവസ്നേഹത്തിന്റെ തീഷ്ണത അന്തോണിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ചാപ്റ്ററിനു ശേഷം പ്രൊവിൻഷ്യൽ ഗ്രാസിയാനോ അന്തോണിയെ ഫോർലിക്കടുത്തുള്ള മോണ്ടോപോളയിലെ ആശ്രമത്തിലേക്ക് അയച്ചു. മോണ്ടോപോളയിലെ തണുത്ത അന്തരീക്ഷത്തിലും ആശ്രമത്തിലെ മറ്റു സഹോദരന്മാരുടെ സ്നേഹപരിലാളനത്തിലും അന്തോണി ഏറെ സന്തോഷവാനായിരുന്നു. ഒരിക്കൽ ഫോർലിയിലെ ആശ്രമത്തിൽ നടന്ന ഒരു വൈദികപ്പട്ടത്തിന്റെ ശുശ്രൂഷാവേളയിൽ പ്രാസംഗികനായി വരേണ്ടിയിരുന്ന വൈദികന് അവിടെ എത്തുവാൻ കഴിഞ്ഞില്ല. ദൈവേച്ഛയുടെ പ്രേരണയാൽ പ്രൊവിൻഷ്യൽ ഗ്രാസിയാനോ അന്തോണിയോട് പകരം പ്രസംഗിക്കുവാൻ ആവശ്യപ്പെട്ടു. പ്രത്യേക മുന്നൊരുക്കങ്ങളില്ലാതെ ദൈവചൈതന്യം അനുഗ്രഹമായി തന്റെ നാവിലൂടെ തെളിയണമേ എന്ന പ്രാർത്ഥനയോടെ അന്തോണി തന്റെ പ്രസംഗത്തിന് തുടക്കമിട്ടു. അതൊരു ചരിത്ര നിമിഷമായി മാറി. ലോകത്തെ തന്നെ മുഴുവൻ മാറ്റിമറിച്ച അന്തോണിയുടെ താരതമ്യങ്ങളില്ലാത്ത ദൈവവചന പ്രഘോഷണ ജീവിതത്തിന് തുടക്കം കുറിച്ച മുഹൂർത്തമായിരുന്നു അത്. അന്തോണിയുടെ വചനതീഷ്ണതയിലും അഗാധമായ പാണ്ഡിത്യത്തിലും സംപ്രീതനായ പ്രൊവിൻഷ്യൽ ഗ്രാസിയാനോ അന്തോണിയെ വചനശുശ്രൂഷകൾക്കായി പലയിടങ്ങളിലേക്കും തുടർന്ന് നിയോഗിച്ചു. ഇതേ തുടർന്ന് അന്തോണി ഇറ്റലിയുടെ പല ഭാഗങ്ങളിലും ക്രിസ്തുവിന്റെ വചനപ്രഘോഷണ വാഹകനായി മാറി. പ്രതികൂലവും അനുകൂലവുമായ പാരിസ്ഥിതികളിൽ തരുമ്പുപോലും ചഞ്ചലപ്പെടാതെ തന്റെ ദൗത്യനിർവഹണ പാതയിലൂടെ കുതിക്കുമ്പോഴൊക്കെ ലോകത്തിൽ ഒരു ശക്തിക്കും തോൽപ്പിക്കാനാകാത്ത വലിയൊരായുധം അന്തോണി കൈവശമേന്തിയിരുന്നു. അത് വിശുദ്ധ ബൈബിളായിരുന്നു. Finito il capitolo, San Francesco invitò i frati a recarsi nelle loro comunità, ma frate Antonio non aveva una comunità. Lo notò il superiore dell'Alta Italia e lo invitò dicendogli: so che tu sei un sacerdote. Io ho un convento grande a Monte Paolo in Romagna. Sono parecchi frati, nessuno di loro è sacerdote. E quando in inverno nevica o quando piove forte, nemmeno di domenica possono partecipare alla celebrazione della messa. Vuoi venire con noi? Frate Antonio accettò volentieri, si recò a Monte Paolo e la sua dimora in quel luogo durò poche settimane. Scese con gli altri frati per una cerimonia a Forlì. Non c'era il predicatore convocato e il superiore obbligò frate Antonio a improvvisare l'omelia e lo fece non soltanto bene come contenuto, ma anche con una capacità
di parlare, di farsi intendere, di commuovere, di eccitare la gente, tanto che da quel momento il suo compito fu soltanto quello di predicare. Da Forlì si trasferì a Rimini. A Rimini avviene un episodio curioso. Comandavano in quella città gli eretici e, conoscendo la capacità di frate Antonio di commuovere e di convertire, sparsero voce che se qualcuno fosse andato ad ascoltare il frate avrebbe avuto dei guai. Arrivò in cattedrale vuota. Il sagrestano si scusò: mi spiace, non è venuto nessuno. Evidentemente frate Antonio aveva intuito il perché, sapeva che la gente lo osservava di nascosto e disse al suo confratello: senti, la spiaggia è qui a 2 passi, andiamoci. Si recarono in spiaggia e frate Antonio improvvisamente cominciò a gridare: pesci, pesci! E i pesci si radunarono di fronte a Sant'Antonio sulla spiaggia in numero così grande e con una velocità straordinaria, tanto che la gente, ammirata per quel fatto prodigioso, riempì la cattedrale. Sant'Antonio non predicò ai pesci, ma ritornò in cattedrale per predicare ai cristiani. വചനപ്രഘോഷണ വേളകളിലെല്ലാം അന്തോണിക്ക് മതവിരുദ്ധരുടെയും അവിശ്വാസികളുടെയും എതിർപ്പുകൾ പലയിടത്തു നിന്നും നേരിടേണ്ടി വന്നിരുന്നു. തന്റെ അസാധാരണമായ വാക്വൈഭവവും അതുൾപ്പേറിയിരുന്ന ചൈതന്യവും കൊണ്ട് എതിർത്തവരിൽ ഭൂരിഭാഗത്തെയും വിശ്വാസത്തിന്റെ പാതയിലേക്ക് ആനയിക്കുവാൻ അന്തോണിക്ക് കഴിഞ്ഞിരുന്നു. അതിനായി അവർക്ക് മുമ്പിൽ വെച്ചു തന്നെ പല അത്ഭുതങ്ങളും ചെയ്യുവാൻ അന്തോണിക്ക് ഭാഗ്യനിയോഗമുണ്ടായി. ഒരിക്കൽ തന്റെ വചനപ്രഘോഷണ യാത്രാവേളയിൽ റിമനിയിലെത്തിയ അന്തോണിയുടെ സുവിശേഷ ഭാഷണത്തിന് ചെവി കൊടുക്കാതെ അവിശ്വാസികളുടെ ഒരു സംഘം വിരുദ്ധ നിലപാടെടുത്തു. അദ്ദേഹം അവരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എന്റെ വചനം ശ്രവിക്കുന്നില്ല എങ്കിൽ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ എന്റെ സ്വരത്തിന് കാതോർക്കും. എന്നിട്ട് അദ്ദേഹം അടുത്തുള്ള മരിച്ച പുഴയുടെ കരയിലേക്ക് നടന്നു. പുഴയിലേക്ക് നോക്കി പ്രസംഗിച്ചു: പുഴയിലെയും കടലിലെയും മത്സ്യങ്ങളെ, ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാൻ വരുവിൻ. അവിശ്വാസികളായ ഇവർ ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസംഗാനന്തരം ആയിരക്കണക്കിന് മത്സ്യങ്ങളുടെ ഒരു വൻ നിര തന്നെ ആ പുഴയിൽ പ്രത്യക്ഷപ്പെട്ടു. അതവിടുത്തെ ജനങ്ങളെ അമ്പരപ്പിക്കുകയും അവർ മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തു. ഇതോടെ അദ്ദേഹത്തിന്റെ അത്ഭുതസിദ്ധികളിൽ കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുകയും അന്തോണിയുടെ വചനങ്ങൾക്കായി കാതോർക്കുകയും ചെയ്തു. ഇത് ഇറ്റലിയിലെ റിമിനി പട്ടണം. വിശുദ്ധ അന്തോണി നടത്തിയ 2 മഹാത്ഭുതങ്ങളും സംഭവിച്ചത് ഈ പട്ടണത്തിലാണ്. ഈ ദേവാലയത്തിൽ വച്ചായിരുന്നു ദിവ്യകാരുണ്യത്തിന്മേലുള്ള യേശുവിന്റെ സജീവമായ സാന്നിധ്യം വിശ്വാസസത്യങ്ങളെ നിഷേധിക്കുന്ന അവിശ്വാസികളായ ഒരു കൂട്ടം ജനതയ്ക്ക് അന്തോണി ബോധ്യപ്പെടുത്തിക്കൊടുത്തത്. അവിടെ കൂടിയ അവിശ്വാസികളായ ആ ജനതയോട് അന്തോണി ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഒരു കഴുതക്കുട്ടിയെ 3 നാൾ പട്ടിണിക്കിടുക. ഒരു വശത്ത് അതിനു നൽകാനായി മുന്തിയ തരം ഭക്ഷണം ഒരുക്കിവയ്ക്കുക. മറുവശത്ത് വിശുദ്ധ കുർബാനയുമായി ഞാൻ കടന്നുവരാം. 3 ദിവസങ്ങൾക്ക് ശേഷം വിജനമായ ഒരു പൊതുസ്ഥലത്ത് അവിശ്വാസികളുടെ ഒരു സംഘം അന്തോണി പറഞ്ഞ പ്രകാരം വിശപ്പുകൊണ്ട് വിവശനായ ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവന്ന് കെട്ടി. അന്തോണിയും അവിടെയെത്തി. ആ കഴുതക്കുട്ടിയാകട്ടെ ഒരു നിമിഷം തനിക്കു മുന്നിൽ വച്ചിരിക്കുന്ന ആഹാരത്തിലേക്ക് നോക്കി. പിന്നെ അത് അന്തോണിയുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ കുർബാനയിലേക്കും. അനന്തരം ആ കഴുതക്കുട്ടി മെല്ലെ അന്തോണിയുടെ മുമ്പിലെത്തി. ദിവ്യകാരുണ്യത്തെ നോക്കി മുട്ടുമടക്കി വണങ്ങി. ആ കാഴ്ച അവിടെ കൂടി നിന്നവരെ അത്ഭുതപ്പെടുത്തി. അവരുടെ മനസ്സിൽ മാനസാന്തരത്തിന്റെ തുടിതാളമുണർന്നു. തുടർന്ന് അവർ ദൈവത്തെങ്കിലേക്കും വിശുദ്ധ കുർബാനയിലേക്കും അടുത്തു എന്നത് ചരിത്രസാക്ഷ്യം. വിശുദ്ധ അന്തോനീസ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ
നിരവധിയായ അത്ഭുതങ്ങളുടെ വലിയ ഒരു ഉടമസ്ഥനാണെന്ന് പറയാം. അദ്ദേഹം ചെയ്ത അത്ഭുതങ്ങൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ ചുറ്റിനുമുള്ള ഭിത്തികളിൽ മനോഹരമായ മാർബിളുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. അത് ദ മിറക്കിൾ ഓഫ് ഹാർട്ട് എന്ന് പറയുക. യേശുനാഥൻ്റെ വചനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് അതിൽ കാണുവാനായിട്ട് സാധിക്കുക. തമ്പുരാൻ പറയുന്നുണ്ട്, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം എന്ന യേശുവിൻ്റെ തിരുവചനം. അത് അതേ അർത്ഥത്തിൽ സത്യമാണ് എന്ന് അന്തോണീസ് തൻ്റെ ജീവിതത്തിലൂടെ ഒരു വലിയ അത്ഭുതത്തിലൂടെ കാണിച്ചു തരുന്നത്. ഒരു പിശുക്കനായ മനുഷ്യൻ, പണത്തിന് സമ്പത്തിന് മാത്രം കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച ആ മനുഷ്യൻ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിനായിട്ട് പോകുന്ന അന്തോണീസ് ശവസംസ്കാര ചടങ്ങിനിടയിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി അദ്ദേഹം പറയുന്ന ഒരു വാക്കുകളുണ്ട്. ഈ മനുഷ്യൻ്റെ ഇന്ന് വിശുദ്ധമായ ഒരു സ്ഥലത്ത് അടക്കാൻ പാടില്ല. കാരണം ഈ മനുഷ്യൻ്റെ ആത്മാവ് ഇന്ന് നരകാഗ്നിയിൽ എരുതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ്റെ ശരീരത്ത് ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ഇരിപ്പില്ല. ഇദ്ദേഹത്തിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് ഈ മനുഷ്യൻ്റെ ഹൃദയം ഇരിക്കുന്നത് എന്ന് അന്തോണീസ് തൻ്റെ വചനത്തിലൂടെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി പറയുകയാണ്. അന്തോണീസിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആ സഹോദരന്മാർ, അവിടെ കൂടിയിരുന്ന ജനങ്ങൾ തീരുമാനിക്കുന്നു, അന്തോണീസ് പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വേണ്ടി ആ മരിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ്റെ ശരീരത്തെ അവർ കീറിമുറിച്ച് നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം അദ്ദേഹത്തിനുണ്ടോ എന്നറിയാൻ. ആ കീറിമുറിച്ച് നോക്കിയ അവർക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. വീണ്ടും അന്തോണീസിൻ്റെ വാക്കുകൾ ഓർമ്മിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ ഭവനം മുഴുവൻ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പണപ്പെട്ടിക്കുള്ളിൽ ആ മനുഷ്യൻ്റെ ഹൃദയം ഇരിക്കുന്നതായി കാണുന്നുണ്ട്. ഇതിലൂടെ അന്തോണീസ് വ്യക്തമാക്കി തരുന്ന വലിയ ഒരു സത്യമുണ്ട്. തമ്പുരാൻ്റെ വചനം, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയം ഇരിക്കുക എന്ന ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ വലിയ അത്ഭുതങ്ങളിലൂടെ പറയുക. വിശ്രമമില്ലാത്ത തുടർച്ചയായ യാത്രകളും ദീർഘമായ പ്രഭാഷണങ്ങളും സുഖസൗകര്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ടുള്ള അതിലാളിത്യമാർന്ന ഫ്രാൻസിസ്കൻ ജീവിതശൈലിയും അന്തോണിയെ വളരെ വേഗം രോഗാതുരനാക്കി. എന്നിട്ടും അചഞ്ചലമായ തന്റെ ദൈവവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചനപ്രഘോഷണങ്ങളും യാത്രകളും അതിന്റെ അലച്ചിലുകളുമായി അന്തോണി തന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പാതുവായിലും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഫ്രാൻസിസ്കൻ കമ്മ്യൂണിറ്റിയിലും വചനപ്രഘോഷണങ്ങൾക്കായി എത്തിയിരുന്ന വേളകളിൽ പരിശുദ്ധ മാതാവിനോടുള്ള അഗാധമായ ഭക്തിയും സ്നേഹവുമുണ്ടായിരുന്ന അന്തോണിക്ക് മാതാവിന്റെ ദേവാലയം പതിവായി സന്ദർശിക്കുവാനും പ്രാർത്ഥനാ അഭയം നേടുവാൻ കഴിഞ്ഞതും ഏറെ ഊർജ്ജദായകമായി. ക്രമേണ അന്തോണിക്ക് ഈ ദേവാലയം ഏറ്റവും പ്രിയപ്പെട്ടതായി മാറി. പാതുവായുടെ ഹൃദയത്തിൽ വിശുദ്ധനായ ദൈവപരിപാലകനായി അന്തോണി അങ്ങനെ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു. പ്രഭാഷണ പരിവൃത്തങ്ങളിലെല്ലാം സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ നിന്നും അനുയായികളും ആരാധകരും നിത്യേന വർദ്ധിച്ചുവന്നു. അവരിലൊരാളായിരുന്നു പാതുവായിലെ പ്രഭുകുടുംബാംഗമായ ടിസോ. പിന്നീട് ടിസോ അന്തോണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയായി മാറി. ദൈവവചന പ്രഘോഷണത്തിൽ മാത്രം ശ്രദ്ധയൂന്നിയ അന്തോണിയുടെ ശരീരം പതിയെ ദുർബലമായി വന്നു. ഒരിക്കൽ പാതുവായുടെ സമീപപ്രദേശത്തിലൂടെ വചനപ്രഘോഷണത്തിനായുള്ള തന്റെ യാത്രാവേളയിൽ അവശനായ അന്തോണി തളർന്നു വീണു. ഇതറിഞ്ഞ ടിസോ അന്തോണിയെ കാമ്പസം പീറോയിലുള്ള തന്റെ മണിമാളികയിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. കാമ്പസം പീറോയിലുള്ള ട്രീ ഹൌസിലെ ശാന്തമായ അന്തരീക്ഷവും ടിസോയുടെ സ്നേഹപൂർവമുള്ള പരിചരണവും അന്തോണിയുടെ മനസ്സിന് ഏറെ ആശ്വാസമേകി. രോഗാവസ്ഥയിൽ നിന്നും അല്പം മോചിതനായപ്പോൾ അന്തോണി യാത്ര തുടരാൻ ആഗ്രഹിച്ചു. എങ്കിലും ടിസോയുടെ നിർബന്ധത്തിനു വഴങ്ങി അവിടെ തന്നെ താമസം തുടർന്നു. പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായി ദിനങ്ങൾ ചെലവിട്ടു. അന്തോണിയുടെ ട്രീ ഹൌസിലെ താമസനാളുകളിൽ ടിസോയ്ക്ക് അത്ഭുതകരങ്ങളായ പല അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അന്തോണിയുടെ മുറിയുടെ വാതിൽപ്പഴുതിലൂടെ ഒരു പ്രകാശവലയം പുറത്തേക്ക് നീളുന്നത് കണ്ട ടിസോ ആശ്ചര്യത്തോടെ മുറിയിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച തന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു.
അന്തോണിയുടെ മടിയിൽ പ്രകാശത്തിൽ പ്രസരിച്ച് ഉണ്ണിയേശു ഉല്ലസിച്ചിരിക്കുന്നു. ടിസോയുടെ സാന്നിധ്യമറിഞ്ഞ് തലയുയർത്തി നോക്കിയ അന്തോണിയുടെ കയ്യിൽ നിന്നും പെട്ടെന്ന് ഉണ്ണിയേശുവിന്റെ രൂപം മാഞ്ഞു മറയുകയും ചെയ്തു. നമുക്ക് മാത്രമുള്ള ദൈവനിയോഗമാണിത്. മറ്റാരും ഇതറിയുവാനിടവരരുത് എന്ന അന്തോണിയുടെ നിർദ്ദേശത്തിന് വഴങ്ങിയ ടിസോ അന്തോണിയുടെ മരണം വരെ ഈ രഹസ്യം വെളിപ്പെടുത്താതെ വാക്കുപാലിച്ചു. കാമ്പസം പിയറോയിലുള്ള ട്രീ ഹൌസിലെ വിശ്രമ ജീവിതം കൊണ്ട് അന്തോണിയുടെ രോഗം തെല്ലൊന്നു മെച്ചപ്പെട്ടുവെങ്കിലും പൂർണ്ണമായ ശാന്തി ലഭിച്ചിരുന്നില്ല. നനച്ചിരിക്കാതെ അന്തോണിയുടെ രോഗാവസ്ഥ വീണ്ടും മൂർച്ഛിച്ചു. ദൈവസവിധത്തിലേക്ക് അണയുവാനുള്ള തന്റെ സമയം അടുത്തു എന്നും തന്റെ ദൗത്യങ്ങൾ അസ്തമിക്കാറായി എന്നും അന്തോണി തിരിച്ചറിഞ്ഞു. തനിക്കേറ്റവും പ്രിയപ്പെട്ട പാതുവായിലെ പരിശുദ്ധ മാതാവിന്റെ ദൈവാലയത്തിൽ വച്ചുതന്നെ കർത്താവിൽ നിദ്ര പ്രാപിക്കണമെന്നതായിരുന്നു അന്തോണിയുടെ ആഗ്രഹം. അത് ആദരപൂർവം മാനിച്ച് അവശനായ അന്തോണിയെ ഒരു കാളവണ്ടയിൽ കിടത്തി ഫ്രാൻസിസ്കൻ സഹോദരന്മാർ പാതുവയിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ രോഗനില മൂർച്ഛിച്ചതിനെ തുടർന്ന് അവർ അന്തോണിയെ സമീപത്തുള്ള ആർച്ചലയിലെ കൊച്ചു ദേവാലയത്തോടു ചേർന്നുള്ള ആശ്രമത്തിലേക്ക് മാറ്റി. അന്തോണിയുടെ നില അതീവ ഗുരുതരമായി തുടർന്നു. ഇതറിഞ്ഞ ആ ഫ്രാൻസിസ്കൻ സഹോദരന്മാർ അന്ത്യകൂദാശയാൽ അദ്ദേഹത്തെ നിർമ്മലനാക്കി. അന്തോണി മെല്ലെ കണ്ണുകൾ ഉയർത്തി "ഞാൻ എന്റെ ദൈവത്തെ കാണുന്നു" എന്ന് മന്ത്രിച്ചു. അന്തോണിയുടെ തീവ്രഭക്തിയായ സന്യാസിനിയുടെ സ്നേഹശുശ്രൂഷ പരിചരണ കർമ്മങ്ങളെയെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഇഹലോക നിയോഗങ്ങളെല്ലാം പൂർത്തിയാക്കി നിത്യാനന്ദത്തിന്റെ മഹനീയതയിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് 1231 ജൂൺ 13 36-ാമത്തെ വയസ്സിൽ അന്തോണി നിത്യനിദ്ര പുൽകി. അർച്ചല്ലായിലെ ആ കൊച്ചു ദേവാലയത്തോടു ചേർന്നുള്ള ഗുഹാപീഠത്തിൽ അന്തോണിയുടെ ഭൗതിക ശരീരം താൽക്കാലികമായി സൂക്ഷിച്ചു. തുടർന്ന് പാതുവായിൽ നിന്നും അർച്ചല്ലായുടെ സമീപപ്രദേശങ്ങളിൽ നിന്നും അന്ത്യദർശനത്തിനായി ഭക്തജനങ്ങളുടെ അനുസ്യൂതമായ പ്രവാഹം തന്നെയായിരുന്നു. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അന്തോണിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പാതുവായിലെ പരിശുദ്ധ മാതാവിന്റെ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോകുവാൻ അർച്ചലയിലെ ജനങ്ങളും നേതൃത്വവും സമ്മതിച്ചു. പാതുവായിൽ പൊതുദർശനത്തിന് വച്ചിരുന്ന അന്തോണിയുടെ ഭൗതിക ശരീരത്തിനരികിൽ മുടന്തനായൊരു ബാലനെത്തി. അവൻ ഏന്തിയേന്തി വിശ്വാസപൂർവം അന്തോണിയുടെ ഭൗതിക ശരീരത്തിൽ തൊട്ടുവന്ദിച്ചു. ആ വിശ്വാസസ്പർശത്തിൽ കാരുണ്യത്തിന്റെ അനുഗ്രഹം ഉറവയെടുത്തു. അങ്ങനെ ആ അനുഗ്രഹം ഒരത്ഭുതമായി ആ ബാലന്റെ മുടന്തു മാറി. ആഹ്ലാദത്താലുള്ള അവന്റെ മൊഴികൾ ലോകമെങ്ങും മലയടിച്ചു. ജനസഞ്ചയത്തിന്റെ മധ്യേ നടന്ന ഈ ഒരൊറ്റ അത്ഭുതം മാത്രം മതിയായിരുന്നു അന്തോണിയെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർത്താൻ. അന്തോണിയുടെ അകാലത്തിലുള്ള മരണം പരിശുദ്ധ പിതാവിനെ ഏറെ ദുഃഖിപ്പിച്ചു. അന്തോണിയുടെ ആത്മമോക്ഷത്തിനായി അദ്ദേഹം പ്രത്യേകം പ്രാർത്ഥിച്ചു. അന്തോണിയുമൊത്തു ചിലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞുവന്നു. ഏറെ വൈകാതെ പാതുവായിൽ നിന്നുള്ള ഒരു പ്രത്യേക നിവേദക സംഘം അന്തോണിയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി പരിശുദ്ധ പിതാവ് ഗ്രിഗറി 9 മാർപ്പാപ്പയെ കാണുകയുണ്ടായി. കർമ്മവഴിയിൽ അർത്ഥപൂർണമായ പുണ്യങ്ങൾ കൊണ്ട് ജീവിതകാലത്തുതന്നെ വിശുദ്ധനായ അന്തോണിയെ സഭാനിയമങ്ങൾക്കനുസൃതമായി വിശുദ്ധനായി നാമകരണം ചെയ്യാനുള്ള നടപടികൾക്ക് പരിശുദ്ധ സിംഹാസനം തന്നെ നേതൃത്വപരമായ പങ്കുവഹിച്ചു. കർദിനാൾ ജോൺ ഓഫ് ആംബേവില്ല അധ്യക്ഷനായ ഒരു സംഘത്തെ അന്തോണിയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശോധിക്കുന്നതിനും
നാമകരണത്തിനുള്ള പാത സുഗമമാക്കുവാനുമായി പരിശുദ്ധ പിതാവ് നിയോഗിച്ചു. 1232 മെയ് 20 അന്തോണി കത്തോലിക്കാ സഭയിലെ വിശുദ്ധരുടെ ഗണത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. വിശുദ്ധ അന്തോണിയുടെ 1-ാം ചരമവാർഷിക ദിനമാകുവാൻ അപ്പോഴും 13 ദിവസങ്ങൾ ബാക്കിയായിരുന്നു. ശാസ്ത്രീയ വിശദീകരണങ്ങൾക്കും നിഗമനങ്ങൾക്കും അപ്പുറം വിശുദ്ധ അന്തോണിയുടെ നാമത്തിലുള്ള സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും ലോകമെമ്പാടും വാഴ്ത്തിപ്പാടുകയും വിശുദ്ധ അന്തോണിയുടെ നാമത്തിൽ ദൈവാലയങ്ങൾ ഉയർന്നുവരികയും ചെയ്തു. ലക്ഷോപലക്ഷങ്ങൾ ഇന്നും ആ തിരുശേഷിപ്പിനെ വണങ്ങി അനുഗ്രഹസായുജ്യമടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. Padua is located amongst the long journey of St. Anthony, then starts from Venice and goes to Laverna. The St. Anthony's Basilica moves in the city roughly about 6.5 million of pilgrims every year. The relationship between St. Anthony and the town of Padua has been always so strict and so linked, and it is so until nowadays. When St. Anthony came to Padua, immediately people understood that he was here to help the poor, and his presence was something very, very precious for the simple people, and the help that came from him was really something affecting positively their everyday life. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖ നഗരമായ വെനീസിൽ നിന്നും 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാദുവ ഇന്ന് ഒരു പുണ്യനഗരമാണ്. ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ നിത്യവുമെന്നോണം പാദുവായിലേക്കെത്തുന്നു. വിശുദ്ധ അന്തോണി, വിശുദ്ധ ലയോപോൾ, വിശുദ്ധ ജസ്റ്റീന, വിശുദ്ധ ലൂക്ക, അങ്ങനെ അനേകം പുണ്യാത്മാക്കളുടെ സാന്നിധ്യ ചൈതന്യത്താൽ പൂജിതമാണ് പാദുവ നഗരം. ഡൊണാത്തലയുടെയും മറ്റ് പ്രഗത്ഭരായ ശില്പികളുടെയും 40 വർഷം നീണ്ട അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് 800 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പാദുവായിലെ വിശുദ്ധന്റെ ഈ ബസിലിക്ക. ഭൗതികമായ ദേഹം നശ്വരമത്രേ. അതസ്തമിച്ചാലും ആത്മാവ് ജീവിക്കുന്നു. അതനശ്വരമായ കാലത്തിന്റെ അതിരുകളോളം വിശ്വാസി സമൂഹത്തിന് ആശ്രയമായി ചൈതന്യത്തിന്റെ ദീപ്തി പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധരെക്കുറിച്ചുള്ള സ്മരണ പോലും പുണ്യമാകുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അനേകർ വിശുദ്ധന്റെ അനുഗ്രഹത്തിനായി, ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിനായി ഉരുകുന്ന മെഴുകുതിരി പോലെ ഏകമനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഏവരുടെയും ആശ്രയമായി ലോകജനതയുടെ തന്നെ മധ്യസ്ഥനായി മാറിയ വിശുദ്ധ അന്തോണിയെ ലോകത്തിന് പ്രദാനം ചെയ്ത ദൈവത്തിന് കൈകളുയർത്തി ഓരോ തലമുറയും നന്ദിപൂർവം ദേവേ പ്രാസിയോ എന്ന് ഘോഷിക്കുന്നു. ആകാശവും ഭൂമിയും കടന്നുപോയാലും, സൂര്യചന്ദ്രന്മാരും നക്ഷത്രരാശിയും അസ്തമിച്ചാലും,
അസ്തമിക്കില്ലൊരിക്കലും വിശുദ്ധ അന്തോണി നമുക്ക് പകർന്നു നൽകിയ ആ പ്രകാശവും അനന്തകാരുണ്യവും.